ഭൂമിയുടെ ഉപരിതലത്തിന്റെ 73% വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിന്റെ 70%-ലധികവും ജലമാണ്. ഭൂമിയിലുള്ള ഒന്നിനും വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഇക്കാലത്ത് ജലത്തിന്റെ ഗ്രഹമായ ഭൂമി നീണ്ടു നിൽക്കുന്ന കടുത്ത വരൾച്ച കാരണം ജലക്ഷാമം അനുഭവിക്കുന്നു. ഇത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനുള്ള ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ ശരീരത്തിലെ ജലാംശം 5% നഷ്ടപ്പെട്ടാൽ നാം അബോധാവസ്ഥയിലാകുന്നു. 10%-ൽ കൂടുതൽ നഷ്ടപ്പെട്ടാൽ മരണത്തിന് കാരണമാകുന്നു. ജലം ജീവന്റെ ഉറവിടമാണ്. അതുപോലെ നമ്മുടെ ആത്മാക്കൾക്ക് ദൈവവചനമാകുന്ന ജീവജലം ലഭിച്ചില്ലെങ്കിൽ നാം ആത്മീയ ദാഹത്താൽ കഷ്ടപ്പെടുകയും ഒടുവിൽ എന്നേക്കുമായി നശിക്കുകയും ചെയ്യും. ഇപ്പോൾ ലോകം മുഴുവൻ ആത്മീയ വരൾച്ചയാൽ കഷ്ടപ്പെടുകയാണ്. യൂറോപ്പിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പള്ളിയിൽ പോകുന്നുള്ളൂ. അവരുടെ പള്ളികൾ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നു. അമേരിക്കയിലാകട്ടെ പള്ളികൾ വിശ്വാസികളെ ആകർഷിക്കാൻ വിനോദപരമായ രീതികൾ അവലംബിക്കുന്നു. ആത്മീയമായി ദാഹിച്ചിട്ടും ആളുകൾ സഭകൾ വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം സഭകൾക്ക് അവർക്ക് ജീവജലം നൽകാൻ കഴിയുന്നില്ല. ആത്മീയ ദാഹത്തിന്റെ ഈ കാലഘട്ടത്തിൽ ആത്മാവും മണവാട്ടിയും നമുക്ക് ജീവജലം നൽകുന്നുവെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു. ആത്മാവും മണവാട്ടിയും വരിക എന്ന് പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ വചനത്തെക്കുറിച്ച് മണവാട്ടി സഭയോ വിശ്വാസികളോ ആണെന്ന് ചില ക്രിസ്തീയ നേതാക്കൾ വാദിക്കുന്നു. ദൈവവചനം കേൾക്കാൻ കഴിയാത്തതിനാൽ ആത്മീയ വരൾച്ച അനുഭവിക്കുന്ന വിശ്വാസികൾക്കോ അവരുടെ കൂട്ടായ്മയായ സഭയ്ക്കോ ജീവജലം നൽകാൻ കഴിയില്ല. രണ്ടായിരം വർഷം മുൻപ് മനുഷ്യരാശി ആത്മീയ വരൾച്ചയാൽ കഷ്ടമനുഭവിച്ചപ്പോൾ ജഡത്തിൽ വന്ന ദൈവമാണ് അവർക്ക് ജീവജലം നൽകിയത്. അതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവം ജഡത്തിൽ വന്ന് നമുക്ക് ജീവജലം നൽകുമെന്ന് ബൈബിൾ പ്രവചിക്കുന്നു. ആത്മാവും മണവാട്ടിയും വരിക എന്ന് പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. തൃത്വമനുസരിച്ച് ആത്മാവ് പിതാവായ ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തിന്റെ മണവാട്ടി ആരാണ്? മണവാട്ടി സ്വർഗീയ യെരൂശലേമാണെന്നും അവൾ നമ്മുടെ മാതാവാണെന്നും ബൈബിൾ നമ്മെ അറിയിക്കുന്നു. സർവ മനുഷ്യരാശിക്കും ജീവജലമാകുന്ന വചനം കേൾപ്പിക്കുവാൻ മാതാവായ ദൈവം ഏത് രൂപത്തിൽ വരണം? 2000 വർഷം മുൻപ് പിതാവായ ദൈവം നമുക്ക് ജീവജലം നൽകുവാൻ മനുഷ്യരൂപത്തിൽ വന്നതുപോലെ ഈ യുഗത്തിൽ മാതാവായ ദൈവം മനുഷ്യരൂപത്തിൽ വന്ന് നമുക്ക് ജീവജലം നൽകിക്കൊണ്ടിരിക്കുന്നു. ആത്മാക്കളെ പുനരുജ്ജീവിപ്പിക്കുന്ന ദൈവവചനമാകുന്ന ജീവജലം പിതാവിന്റെ യുഗത്തിലും പുത്രന്റെ യുഗത്തിലും ഇപ്പോഴത്തെ പരിശുദ്ധാത്മാവിന്റെ യുഗത്തിലും നൽകുവാൻ ദൈവത്തിനു മാത്രമേ കഴിയൂ.